ടൈം ഈസ് 12:40 മിഡ്നൈറ്റ് റീക ടൈം. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യം ഞാൻ തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സിസ്റ്റം ആർക്കിടെക്ചർ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ പറഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൂപ്പലിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് ഫ്രം സ്ക്രാച്ച് ഓട്ടോമേറ്റഡ് മെത്തേഡാണ്. ഒരു CMS പ്രോജക്റ്റ് ഡ്രൂപ്പൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റ് ചെയ്തത്. അതിൻ്റെ ഫ്രണ്ട് എൻഡ് ഒരു Nginx പ്രോക്സിയാണ്. അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഡ്രൂപ്പൽ എഞ്ചിനാണ്. Nginx ഒരു EC2 മെഷീനിലാണ് ഓടുന്നത്. ആ EC2 മെഷീൻ മുഴുവനായിട്ടും ക്ലൗഡ്ഫ്ലെയർ നെറ്റ്വർക്കിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഒരു യൂസർ വരുന്നു, ആ യൂസറിൻ്റെ ട്രാഫിക് ആദ്യം ഹിറ്റ് ചെയ്യുന്നത് എൻ്റെ DNS എന്ന് പറഞ്ഞാൽ ക്ലൗഡ്ഫ്ലെയർ ആണ്. ആ ക്ലൗഡ്ഫ്ലെയർ IP അഡ്രസ്സായിട്ട് അത് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ആ IP അഡ്രസ്സ് ക്ലൗഡ്ഫ്ലെയർ ടണൽ വഴി എൻ്റെ EC2 മെഷീനിലേക്ക് എത്തും. ഇതാണ് പൊതുവെയുള്ള കാര്യം. അതിനുശേഷം Nginxലേക്ക് ട്രാഫിക്, ഫോർ എക്സാമ്പിൾ asrix.com എന്നുള്ള ട്രാഫിക് ഈ പറഞ്ഞ DNSലൂടെ ടണൽ വഴി asrixൻ്റെ മെഷീനിലേക്ക് എത്തുന്നു. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടിംഗ് ഇൻസ്റ്റൻസാണ് ആമസോണിലെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് നോക്കും 80 പോർട്ടാണ്. എന്ന് വെച്ചാൽ HTTP ആണോ HTTPS ആണോ എന്ന് Nginx ചെക്ക് ചെയ്യും. അതിനുശേഷം റെലവൻറ്റ് കോൺഫിഗറേഷനിലേക്ക് ഇൻവോക്ക് ചെയ്യും. അതായത് ആദ്യം സ്റ്റാറ്റിക് ഫയൽസ് ഉണ്ട്, ഇമേജസ്, CSS ഫയൽസ്, HTML ഫയൽസ്. ഇത് മൂന്നും ആണെങ്കിൽ Nginx തന്നെ സെർവ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ PHP എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഡ്രൂപ്പലിലേക്ക് വിടണം എന്നുള്ളൊരു കോൺഫിഗറേഷൻ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൊക്കേഷൻ Nginxനകത്ത്. അപ്പോൾ അത് പ്രോക്സിയായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഫസ്റ്റ് ഫയൽ എന്തായാലും index.php ആണ്. ഡ്രൂപ്പലിൻ്റെ പ്രോജക്റ്റ് അല്ലേ. index.php കോൾ ചെയ്യുന്നു, അത് ഡ്രൂപ്പലിലേക്ക് എത്തുന്നു. ഡ്രൂപ്പലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡ്രൂപ്പലിൻ്റെ കോൺഫിഗറേഷൻ, ഡ്രൂപ്പലിൻ്റെ വർക്കിംഗ് സ്ട്രക്ചർ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എങ്ങനെയാണ് ഡ്രൂപ്പൽ വർക്ക് ചെയ്യുന്നുള്ളത്. അത് ആദ്യം എനിക്ക് അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ പിന്നെ പഠിക്കേണ്ടി വന്നു. ആ പഠിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ സമയം Nginxലും ഡ്രൂപ്പലിലും മാറി ഞാൻ പരീക്ഷിച്ചത് മണിക്കൂറുകളോളമാണ്. എനിക്ക് കിട്ടിയില്ല കൃത്യമായിട്ട്. അതിനുശേഷം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എവിടെ വരെ ഉണ്ടെന്നുള്ളത് ഞാൻ ChatGPT എടുത്ത് ചോദിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള ഗൈഡൻസ് എടുത്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഡ്രൂപ്പൽ 5 ലെയറുണ്ട്. ഫസ്റ്റിലെന്ന് വെച്ചാൽ എൻട്രി പോയിൻ്റ് ഉണ്ട്, രണ്ടാമത്തെ മൊഡ്യൂൾ ലോഡിംഗ് ഉണ്ട്, 3 കേർണൽ എൻ്റെ കോറുണ്ട്, 4ാമത്തേത് റൗട്ടിംഗ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ്, പിന്നീട് കൺട്രോള്. എന്താണോ ആക്ഷൻ എടുക്കേണ്ടത് ആ കൺട്രോളർ ആക്ഷൻ എടുത്തിട്ട് തിരിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ Nginxലേക്കൊരു പോസ്റ്റ് റിക്വസ്റ്റ് വരുന്നു, ഒരു പോസ്റ്റ് ആഡ് ചെയ്യുന്നു, എന്നുവെച്ചാൽ പുതിയൊരു കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ index.phpയിലേക്ക് വന്നതിന് ശേഷമാണ് പോസ്റ്റ് ജനറേറ്റ് ചെയ്യുക ഒരു ഫീൽഡിൽ. അപ്പോൾ index.php ആദ്യം ഇൻവോക്ക് ചെയ്യുന്നതിന് ശേഷം റെലവൻറ്റ് മൊഡ്യൂൾസ് കമ്പോസർ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊഡ്യൂൾസ് ഇൻവോക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ settings.php കേർണലിലേക്ക് വരുമ്പോൾ settings.php ആണ് അതിനകത്ത് മെയിൻ ഫയൽ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാബേസ് കണക്ഷൻ്റെ പാരാമീറ്റേഴ്സ് അതിനകത്താണ്, ഫയൽ സിസ്റ്റം പാരാമീറ്റേഴ്സ് അതിനകത്താണ്. അങ്ങനെ കുറച്ച് സർട്ടൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. ഏതൊക്കെയാണ് വൈറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനുശേഷം കണക്ഷൻ പാസ്സായതിന് ശേഷം ആ റിക്വസ്റ്റ് എങ്ങനെ വരും, റൗട്ടറിലേക്ക് വരും. ആ റൗട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ റൗട്ട് ചെയ്യണോ, എങ്ങോട്ട് വേണം, ഏത് കൺട്രോളാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് ആയിരിക്കും, ക്ലാസ്സസ് ഓർ ഫങ്ഷൻസ് ആയിരിക്കും. അതിലേക്ക് വന്ന് ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറയുന്നു /post എന്ന് പറഞ്ഞ സാധനം വിളിക്കുകയെന്നുണ്ടെങ്കിൽ പറയും ഓക്കെ യു ഹാവ് ടു ക്രിയേറ്റ് എ പോസ്റ്റ് ഇൻ ഡേറ്റാബേസ്. അപ്പോൾ നമ്മൾ ഡേറ്റാബേസിലേക്കുള്ളൊരു എന്താ പറയുക അപ്ഡേറ്റ് ക്വറിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ക്വറി. അപ്പോൾ ഒരു എൻട്രി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതാണ് കൺട്രോളർ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, തിരിച്ച് അതേപോലെ റെസ്പോൺസ് തിരിച്ച് കൊടുക്കുന്നു. സക്സസ്ഫുൾ ആണ്, 200 ആണ്, മെസ്സേജ് ഈസ് സക്സസ്ഫുൾ. അങ്ങനെ റെസ്പോൺസ് ഒരു ഒബ്ജക്റ്റായിട്ട് കൊടുക്കുന്നു. ഇതോടുകൂടി നമ്മൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം Nginxനും ഇതേ സെയിം എറർ വരാം. അപ്പോൾ Nginxൻ്റെ പ്രശ്നമാണോ ഡ്രൂപ്പലിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ സമയം ഒരുപാട് പോകും. ട്രബിൾ ഷൂട്ടിംഗ് വിൽ ബി ഡിഫിക്കൽട്ട്. പ്രൊഡക്ഷൻ ആണെങ്കിൽ പിന്നെ ഡൗൺ ആയിരിക്കും സൈറ്റ്. അപ്പം Nginx എങ്ങനെ വർക്ക് ചെയ്യുന്നു, Nginxൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ഡ്രൂപ്പൽ എങ്ങനെയാണ് ട്രാഫിക് ഫ്ലോ എന്നത്. എൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു, പക്ഷേ തുടക്കത്തിൽ എൻ്റെ Nginx ഡേറ്റാബേസ് വരെ എത്തിയിട്ട് പോയി, ഡേറ്റാബേസ് കണക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. അതിനുശേഷം ഡേറ്റാബേസ് ഫിക്സ് ചെയ്തു. പിന്നീടും പറയുന്നു നോ റൗട്ട് ഫൗണ്ട്, റൗട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച Nginx ആണെന്ന് പറഞ്ഞാൽ Nginxൽ കുറേ കളിച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് Nginxൻ്റെ പ്രശ്നമല്ല, ഇതിലെ റൗട്ടിലെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഡ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസ്ഫുൾ കമാൻഡ് ഉണ്ട്. ഡ്രഷ് ഉപയോഗിച്ച്
ട്രബിൾ ഷൂട്ട് ചെയ്തു. ഡ്രഷിൻ്റെ കോർ റൗട്ട്, അതുപോലെ തന്നെ ഡ്രഷ് ലിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് സബ് കമാൻഡ്സ് വെച്ചതിന് ശേഷം കുറച്ച് ട്രബിൾ ഷൂട്ടിങ് എളുപ്പമായിരുന്നു. അപ്പം എന്ത് പഠിക്കുമ്പോഴും നമ്മളതിൻ്റെ ആർക്കിടെക്ചറൽ ഡയഗ്രാം നിർബന്ധമാണ്. അതിപ്പോൾ നമുക്ക് മാർക്കറ്റിലുണ്ട്, അതിന് യൂട്യൂബ് വീഡിയോസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ടൂളിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ കണ്ണുടച്ചിട്ട് ഒരു സാധനം അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കരുത്. കാരണം അതിന് വർക്ക് ചെയ്യുന്ന കോഡാണ് ശരിക്കും പറഞ്ഞാൽ അപകടം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും അത് പ്രൊഡക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാലല്ലോ നിങ്ങൾ പിടിച്ചു നിൽക്കത്തില്ല. അത്രയും നിങ്ങൾ ആറാണ്ടി ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പ്രൊഡക്ഷനിലേക്ക് കിട്ടുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും അപ്പാക്കാൻ കിട്ടുന്ന സമയം. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങൾ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ SLA ബ്രേക്ക് ചെയ്യും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, ക്ലയൻറ്റിനെ ലൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ആറാണ്ടി ചെയ്തതിന് ശേഷം മാത്രം കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ പ്രകാരം മാത്രമേ ഒരു പ്രൊഡക്ഷൻ ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനകത്ത് DevOps ബെസ്റ്റ് പ്രാക്ടീസസ് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് CI/CD ഇൻ്റഗ്രേഷൻ മസ്റ്റാണ്, തുടക്കം മുതൽ തന്നെ. അതായത് ഒരു കോഡ് എപ്പോഴും പുഷ് ചെയ്തതിന് ശേഷം മാത്രമേ എന്താ പറയുക, അങ്ങനൊരു ഇതുണ്ടാക്കണം. പുഷ് ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഡെവലപ്പേഴ്സ് അങ്ങനെ ചെയ്യാറില്ല. ഡെവലപ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഗിറ്റിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഡെവലപ്പേഴ്സ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവർ ലോക്കലിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴാണോ കോഡ് ശരിയാവുന്നത് വർക്ക് ചെയ്യും. പക്ഷേ ഹിസ്റ്ററി മനസ്സിലാവത്തില്ല. എന്ത് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം വന്നത്, എന്ത് ചെയ്തപ്പോഴാണ് ഇത് അവോയ്ഡ് ആയത്, ആ കോഡിൻ്റെ ഒരു എന്താ പറയുക റോഡ് മാപ്പ് ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CI/CD പൈപ്പ് ലൈനിലൂടെ മാത്രമേ നിങ്ങൾക്ക് എക്സിക്യൂഷൻ നടത്താൻ പാടുള്ളൂ എന്ന് ഡെവലപ്പറെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ പുഷിലും നിങ്ങൾക്കൊരു ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക, അതിനുശേഷം ചെക്ക് ചെയ്യാം. ചിലപ്പോൾ സമയം പോകുമായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഭയങ്കര ഉപകാരപ്പെടുന്നേ. രണ്ടാമത്തെ കേസ്, നിങ്ങൾ ഫോൾഡർ സ്ട്രക്ചർ കൃത്യമായി ഹൈറാർക്കി സെറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അനുഭവിച്ച പോലെ ഞാൻ ആദ്യം ഈ പറഞ്ഞ കമ്പോസർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തൊരു തീം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നോഡ് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ പ്രശ്നം അവിടെയല്ല, എൻ്റെ റൂട്ട് ഫോൾഡറും വെൻഡറിൻ്റെ പറഞ്ഞ composer.json കിടക്കുന്ന 2 ഭാഗത്താണ്. ശരിക്കും പറഞ്ഞാൽ വെബിനകത്താണ് ഇത് രണ്ടും വരേണ്ടത്. പക്ഷേ കിടക്കുന്ന അപ്പുറമായിട്ട് അങ്ങനെ കിടന്നപ്പോൾ എനിക്ക് വളഞ്ഞു മുക്കി പിടിക്കുന്ന രീതിയിലായിപ്പോയി. എന്ന് വെച്ചാൽ ഒരു സാധനം അവിടെ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഞാനത് ഡെവലപ്പറോട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഞാനൊരു ഹൈറാർക്കിക്ക് സെറ്റ് എന്ന് വെച്ചാൽ ഒറ്റ ഫോൾഡറിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്കൊരു സിംഗിൾ ഫോൾഡർ, നേരത്തെ 3-4 ഫോൾഡർ ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിന്. ഇപ്പോൾ എനിക്കൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, ഡ്രൂപ്പാലിൻ്റെ ഫ്രെയിംവർക്കിലാണ് കൊണ്ടുവരുത്തേക്കുന്നത്. പിന്നത്തെ കേസ്, നമ്മൾ ഒരു പ്രോജക്റ്റ് ഡിഫൈൻ ചെയ്ത് റിപ്പോസിറ്ററി ഉണ്ടാക്കി അതിനുശേഷം സ്റ്റേജസ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് ഡിപ്ലോയ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റേജ് സെഗ്രിഗേഷൻ വേണ്ടത്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ 3 സ്റ്റേജ് ഉണ്ട്: ഡെവലപ്മെൻറ്റ്, സ്റ്റേജിങ് ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ 3 ബ്രാഞ്ചസിലാണ് നടക്കുന്നത്. മെയിൻ കോഡ് ഉണ്ടാവും, പ്രൊഡക്ഷൻ കോഡാണ്, ഡെവലപ്മെൻറ്റ് ഉണ്ട്, സ്റ്റേജിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ബ്രാഞ്ചസിലൂടെയാണ് ആദ്യം ഞാൻ ഡെവലപ്മെൻറ്റ് അവിടെ ആണെങ്കിൽ എനിക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് വേരിയബിൾ ആയിരിക്കും കൂടുതലും. പിന്നീട് സ്റ്റേജിലേക്ക് എത്തുന്നു, സ്റ്റേജിൽ നിന്ന് പ്രൊഡക്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ വേണം, ആരെങ്കിലും അപ്രൂവൽ ചെയ്യണം, എന്നാലും പ്രൊഡക്ഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പം അത് ഹൈറാർക്കി ഉണ്ടാക്കിയെടുക്കുക, പറഞ്ഞ ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടാക്കുക. പിന്നീട് ഡേറ്റാബേസ് യൂണിഫിക്കേഷനാണ്. ഡേറ്റാബേസ് എന്ന് വെച്ചാൽ ഡെവലപ്പറുടെ ഡേറ്റാബേസ് പോലെ തന്നെ ആക്കുക പ്രൊഡക്ഷൻ. അറ്റ്ലീസ്റ്റ് ക്രെഡൻഷ്യൽസ് മാറുമെങ്കിലും ആ യൂസറും അങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. എനിക്കൊരു എറർ വന്നതിൻ്റെ കാരണം കോൺഫ്ലിക്റ്റ് ഉണ്ടായി. യൂസർ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഡേറ്റാബേസിൻ്റെ ഡംപ് റീസ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാനുവലി വീണ്ടും എൻ്റർ ചെയ്യേണ്ടി വരും, അതേ സെയിം സാധനം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഡെവലപ്പറിൻ്റെ ആ ലോക്കൽ മെഷീനിലേക്ക് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി ഫ്യൂച്ചറിൽ വരാം. എനിക്ക് വേണ്ടതൊരു സ്റ്റാർട്ട് ടു എൻഡ് സീംലെസ് എക്സിക്യൂഷനാണ്. അത് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്രോച്ചാണ് ഏറ്റവും ബെറ്റർ. പ്രൊഡക്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരു സ്വിച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ URL ഒന്ന് ഡൊമൈൻ നെയിമിൽ നിങ്ങളുടെ IP അഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് അടുത്ത വെബ്സൈറ്റ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വെബ്സൈറ്റ് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഞാൻ മനസ്സിലാക്കിയത്. settings.php ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുള്ള ഒരു പാരാമീറ്റേഴ്സും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചെടുത്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും, നല്ല പണി കിട്ടും. എനിക്ക് ഒരുപാട് കിട്ടി. ഞാൻ 3 ദിവസമാണ് അതിനകത്തിരുന്നത്. മണിക്കൂർ കണക്കാക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ സമയത്തോട് പോവാം. അപ്പോൾ എപ്പോഴും എണീക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കും. അതിന് ശേഷമാണ് ബാക്കി എല്ലാ പണിയും ചെയ്യുന്നത്.